സംസ്ഥാനത്ത് മഴ അതിശക്തം. തെക്കൻ കേരളത്തിലും മധ്യകേരളത്തിലും കനത്ത മഴ തുടരുന്നു. അതിതീവ്ര മഴയിൽ കൊച്ചി നഗരം വെള്ളത്തിലായി. ഗതാഗത തടസ്സം രൂക്ഷമായി. കളമശ്ശേരിയിൽ 2.5 മണിക്കൂറിനിടെ പെയ്തത് 150 മില്ലിമീറ്റർ മഴ. ലഘു മേഘവിസ്ഫോടനമെന്ന് കുസാറ്റിലെ കാലാവസ്ഥാ പഠന വിഭാഗം സൂചന നൽകി. ഇൻഫോ പാർക്ക് വെള്ളത്തിൽ മുങ്ങി. സംസ്ഥാനത്ത് 3 പേർ മരിച്ചു. കായംകുളത്ത് ശക്തമായ കാറ്റിൽ മരം വീണ് യുവാവ് മരിച്ചു. കൊയ്പ്പള്ളി സ്വദേശി അരവിന്ദാണ് വീടിന് മുൻപിൽ വെച്ച് തെങ്ങ് വീണ് മരിച്ചത്. തിരുവനന്തപുരം മുതലപ്പുഴയിൽ ശക്തമായ തിരയിൽപ്പെട്ട് ബോട്ട് മറിഞ്ഞൊരാൾ മരിച്ചു. എറണാകുളം വേങ്ങൂരിൽ കുളിക്കാനിറങ്ങിയ 10ാം ക്ലാസ് വിദ്യാർത്ഥി തോട്ടിൽ മുങ്ങി മരിച്ചു. പുല്ലമ്പാറയിൽ വീട്ടിൽ കുടുങ്ങിയവരെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. ചേർത്തലയിൽ ദേശീയപാതയിലേക്ക് മരം വീണു. അരുവിക്കര സർക്കാർ ആശുപത്രിയുടെയും നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെയും മതിൽ തകർന്നു. യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടിയെടുക്കുമെന്ന് റവന്യൂ മന്ത്രി പറഞ്ഞു. ഇപ്പോൾ സാമാന്യം നല്ല മഴയാണ് ഉണ്ടായിട്ടുള്ളത്. നല്ല മഴ ഉണ്ടായി എന്ന് പറഞ്ഞാൽ മധ്യകേരളം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രധാനമായിട്ടും ഇന്നത്തെ തിരുവനന്തപുരത്ത് ഇപ്പോൾ മഴ നല്ലതുപോലെ പെയ്തെങ്കിലും കൂടുതൽ അളവിൽ മഴ പെയ്തിട്ടുള്ളത് എറണാകുളം കേന്ദ്രീകരിച്ചുകൊണ്ട് മധ്യകേരളത്തിലാണ്. പെയ്ത 1.5 മണിക്കൂറിനിടയിൽ ഒരുപക്ഷെ സമീപ ചരിത്രത്തിലൊന്നുമില്ലാത്തതുപോലെ 1.5 മണിക്കൂറിനിടയിൽ 95 mm മഴയാണ് പള്ളുരുത്തിയിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എറണാകുളത്തിന് സമീപം തന്നെയുള്ള കളമശ്ശേരിയിൽ 1.5 മണിക്കൂർ സമയം കൊണ്ട് പെയ്ത മഴയുടെ അളവ് 57 mm ആണ്. സാധാരണ നിലയിൽ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ മഴയാണ്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ 2 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കോട്ടയത്തും എറണാകുളത്തുമാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകി. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അഖിൽ ഷാ അൻസാർ ചേരുന്നു. അഖിൽ ഷാ, ഇന്ന് സംസ്ഥാന വ്യാപകമായി പലയിടങ്ങളിലും കനത്ത മഴ, വെള്ളക്കെട്ട്, ഗതാഗത തടസ്സം, വീടിനുള്ളിൽ വെള്ളം കയറൽ, ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കൽ, ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായി. ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് എന്താണ്? പ്രത്യേകിച്ച് ഈ മത്സ്യബന്ധനത്തിന് പോകുന്നവർക്കൊക്കെ പ്രത്യേക നിർദ്ദേശമുണ്ടോ? കൃഷ്ണ, ഈ മത്സ്യബന്ധനത്തിന് പോകുന്നവർ പ്രത്യേകിച്ച് ഈ കേരള തീരത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ ഈ നിരോധനം ഉണ്ടായിരുന്നു. മത്സ്യബന്ധനത്തിന് പോകുന്നതിന് നിരോധനം ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും തുടരുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, സംസ്ഥാനത്ത് അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 2 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത്. നമ്മൾ രാവിലെ മുതൽ കണ്ടതാണ്. ഇത്തരത്തിൽ കോട്ടയത്തും അതുപോലെ തന്നെ എറണാകുളത്തും വ്യാപകമായി ശക്തമായ മഴയുണ്ടായിരുന്നു. അതിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഉച്ചയോടുകൂടി ഈ കാലാവസ്ഥാ മുന്നറിയിപ്പുകളിൽ ചില മാറ്റങ്ങൾ വരുത്തിയത്. കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഈ റെഡ് അലർട്ടാണ്. ഒപ്പം പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. നാളെ 4 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ക്രിസ്റ്റീന. ശരി, അഖിൽ ഷാ അൻസാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.